സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനിന്ന് യാദൃച്ഛികമായി ഷേക്കിന ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അത് കാണാനിടയായി. അപ്പോൾ അതിൽ ഒരു അച്ഛനടുത്ത് പിന്നെ ആ മാധ്യമപ്രവർത്തകൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദികളെ പറ്റി പിന്നെ റോം പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക തീവ്രവാദികൾ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ക്രിസ്ത്യാനികളെ പല സ്ഥലത്തും കൂട്ടക്കൊല ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ അച്ഛൻ കുറേ കണക്കുകൾ പേപ്പറിൽ എഴുതി വെച്ച് അങ്ങനെ വായിക്കുകയാണ്. പിന്നെ സിറിയയിൽ ഇത്ര ആളുകളെ ബോംബ് വെച്ച് കൊന്നു, ഉഗാണ്ടയിൽ ഇത്ര പേരെ കൊന്നു, കോങ്കോയിൽ ഇത്ര പേരെ കൊന്നു, നൈജീരിയയിൽ ഇത്ര ക്രിസ്ത്യാനികളെ കൊന്നു, ചർച്ചുകൾ ആക്രമിച്ചു, ബാഗ്ദാദിൽ അങ്ങനെ ചെയ്തു, കുറച്ച് പള്ളികൾ ഒരേ സമയം പിന്നെ ക്രിസ്ത്യാനികളെ കൊന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ പാകിസ്ഥാനിൽ കൊന്നു. അങ്ങനെ കുറേ കണക്കുകൾ പറയുന്നു. ഇതിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നതുമായ കാര്യങ്ങൾ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ പൂർണ്ണ നഗരനായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് പിന്നെ അവരെ ചുട്ടുകൊന്നത് ഒരു കാര്യവും ഈ അച്ഛൻ പറയുന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള കാര്യം വിട്ടിട്ട് ബാക്കി ലോകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ കാണുന്നില്ല, അവർ പുറത്തോട്ട് ദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നത്. ആദ്യമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ISIS ഉണ്ടാക്കിയത് ആരാണ്? താലിബാൻ ഉണ്ടാക്കിയത് ആരാണ്? അൽ ഖായിദ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കി? ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇതിനുണ്ടാക്കിയത്. അതായത് അമേരിക്കയാണ് ഇതെല്ലാം ഉണ്ടാക്കി വിടുന്നത്, അമേരിക്കയും യഹൂദന്മാരും. അപ്പൊ ഇസ്രയേലികളും അമേരിക്കയുമാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അതായത് ചില തീവ്രവാദ ചിന്താഗതിയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ അവരെ പോയി ഇവർ ഇഞ്ചക്ട് ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, അമേരിക്കയാണ് നമ്മുടെ ശത്രു, ഇസ്രയേലാണ് നമ്മുടെ ശത്രു, അമേരിക്ക ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരെ കൊന്നില്ലേ, ഇറാഖിൽ ഇത്ര ആളുകളെ കൊന്നില്ലേ. അതായത് മില്യൺ കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തില്ലേ അമേരിക്ക, ബോംബിട്ടും അല്ലാതെയും കൊന്നില്ലേ. സിറിയയിൽ എത്രയോ ലക്ഷം പേരെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തില്ലേ അമേരിക്ക. അപ്പൊ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഈ അച്ഛൻ്റെ കണക്കില്ലാത്തത്? നൂറുകണക്കിന്, അതായത് 10 പേരെ ക്രിസ്ത്യാനികളെ കൊന്നു, 25 ക്രിസ്ത്യാനികളെ കൊണ്ടു, അല്ലെങ്കിൽ 2 പള്ളി ആക്രമിച്ചു, 3 പള്ളി ആക്രമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2000-3000 ആൾക്കാരെ കൊന്നാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും പിന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണല്ലോ. അവരെന്തിനാണ് ഈ പിന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നത്? അപ്പൊ അവർക്ക് ഭയം എന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ്. അതിന് ഇല്ലാത്ത പിന്നെ തീവ്രവാദ പ്രവർത്തനമെന്നും പറഞ്ഞ് അവർ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഫണ്ട് കൊടുത്ത് അവരെ കൊണ്ട് ക്രിസ്ത്യാനികളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഈ ISIS എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ അൽ ഖായിദയോ അല്ലെങ്കിൽ താലിബാനോ ഒന്നും അംഗീകൃതമായ ഇസ്ലാമിക പിന്നെ മത മേലധ്യക്ഷന്മാരുടെ ഒരു സംഘടനയല്ല. അത് തീവ്രവാദ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ ബാക്കിയുള്ള വെസ്റ്റേണും ബാക്കിയുള്ള മാധ്യമങ്ങളും പറയുന്നത്. അത് ഉണ്ടാക്കിയെടുത്തത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഈ ലോകത്തെ ക്രിസ്ത്യാനികളും ഈ യഹൂദന്മാരുമായിട്ട് ചേർന്ന് ഫണ്ട് കൊടുക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അതിന് മുസ്ലിങ്ങളെ, അതായത് ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, അവർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, അവർ ഹിന്ദുക്കളെ കൊല്ലുന്നു, അവർ ബുദ്ധന്മാരെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് വെറുതെയെങ്കിലും പ്രചരണം നടത്തുക, അതായത് ലോകത്തിന്റെ മുമ്പിൽ താറടിക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ക്രിസ്ത്യാനികൾ തന്നെ മനസ്സിലാക്കണം, ഈ പിന്നെ യേശു ക്രിസ്തു ക്രിസ്ത്യൻ മതം ഉണ്ടാക്കിയിട്ടുണ്ടോ? നെഞ്ചിൽ കൈവച്ച് ഏതെങ്കിലും ഒരു അച്ഛന് പറയാൻ കഴിയില്ല. യേശു ക്രിസ്തു ക്രിസ്ത്യൻ മതം ഉണ്ടാക്കിയിട്ടില്ല. അതായത് ക്രിസ്ത്യാനിയും യഹൂദനും മുസ്ലിമും വിശ്വസിക്കുന്നത് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യരെന്ന് പറയുന്നത് ആദമും ഹവ്വായുമാണ്. അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവം തന്നെയാണ് അവരെ സൃഷ്ടിച്ചതെന്നും വിശ്വസിക്കുന്നു. അതിൻ്റെ പിന്തുടർച്ചയാണ് ഇബ്രാഹിം ആയാലും ഇസ്മായിൽ ആയാലും നിങ്ങൾ വിളിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന ആളായിരുന്നാലും യാക്കൂബ് ആയിരുന്നാലും സക്കറിയ ആയിരുന്നാലും ഈസ ആയിരുന്നാലും മൂസ ആയിരുന്നാലും മുഹമ്മദ് ആയാലും. മുഹമ്മദ് എന്ന് പറയുന്നത് ഇതൊക്കെ പ്രവാചക പരമ്പരയാണ്, അതൊക്കെ നബിമാരാണ്, അതായത് പ്രവാചകന്മാരാണ്. ഇവരാരും പ്രത്യേകമായ മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഒരു മതം ഉണ്ടായിട്ടില്ല.
ഉണ്ടാക്കി എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ആദം മുസ്ലിം ആയിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ. ആരെ അനുസരിക്കണം? ആരെയാണ് അനുസരിക്കുന്നത്? സൃഷ്ടാവിനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. ആ മുസ്ലിമിനെയാണ് പിന്നെ ഈസയായിരുന്നാലും മൂസയായിരുന്നാലും ഇബ്രാഹിം ആയിരുന്നാലും, നിങ്ങൾ അബ്രഹാം എന്ന് വിളിക്കുന്ന അബ്രഹാം ആയിരുന്നാലും മുഹമ്മദ് ആയിരുന്നാലും, അപ്പോ അവസാനത്തെ പ്രവാചക പരമ്പര, അതായത് പ്രവാചകന്മാരുടെ അവസാനത്തെ പരമ്പരയിൽപ്പെട്ട ആളാണ് മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് പ്രത്യേകിച്ച് മതം ഉണ്ടാക്കിയിട്ടില്ല. മുഹമ്മദ് പ്രത്യേകിച്ച് മതം ഉണ്ടാക്കിയിട്ടില്ല. അത് ഇസ്ലാമാണ്. അതായത് മുസ്ലിം, ഇസ്ലാം മത വിശ്വാസി മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവിനെ, നമ്മൾ ആരാണ് സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്, ആ സൃഷ്ടാവിനെ നമ്മൾ അനുസരിക്കുന്നു, ദൈവത്തിനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ ഇത് ക്രിസ്ത്യാനികളെ കൊല്ലാനോ യഹൂദന്മാരെ കൊല്ലാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ആരാണ് സൃഷ്ടിച്ചത്, നമ്മൾക്ക് ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നും നമ്മൾ പ്രവർത്തിക്കണമെന്നും നമ്മൾ കഴിയണമെന്നും എല്ലാം ദൈവം തന്നെയാണ്. ദൈവം, നിങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടോന്ന് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പൂർവ്വന്മാരെടുത്തോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെടുത്തോ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് 4 ദൈവത്തിന്റെ പുസ്തകങ്ങളാണ് പരിപൂർണമായിട്ടുള്ളത്. 4 ഗ്രന്ഥങ്ങളാണ്: തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഇഞ്ചീൽ എന്ന് പറയുന്നതാണ് നിങ്ങൾ പറയുന്ന ബൈബിള്. ഖുർആൻ എന്ന് പറയുന്നതാണ് മുസ്ലിങ്ങൾ. പിന്നെ അതായത് ഖുർആൻ എന്ന് പറയുന്നാലും അവസാനത്തെ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല, ഈ മാനവരാശിക്ക്, മനുഷ്യ സമുദായത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അത് നമ്മൾ മനസ്സിലാക്കാത്തത്. ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിള് എന്തിനു വേണ്ടി ഇറക്കി? അത് ഈസ, അതായത് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതാണ്. തൗറാത്ത്, അതായത് തോറ എന്ന് യഹൂദന്മാർ പറയുന്നത്, അത് അവരുടെ ബനു ഇസ്രായേലികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. തൗറാത്ത് എന്ന് പറയുന്നത് തോറ. സബൂർ എന്ന് പറയുന്ന ദാവൂദ്, നിങ്ങൾ പറയുന്ന ഡേവിഡ്, ലോകം കണ്ട ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നത് സോളമൻ, നിങ്ങൾ വിളിക്കുന്ന സോളമൻ, അതായത് ദാവൂദിന്റെ മകൻ സുലൈമാൻ നബിയാണ്. അവർ നബിയാണ്. അപ്പൊ നബിമാരും അംബിയ മുർസലിങ്ങളുമായി 1,24,000 പേര് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവരൊന്നും ദൈവത്തിന്റെ മക്കളല്ല, അവര് ദൈവവുമല്ല, ദൈവത്തിന്റെ പ്രവാചകന്മാരാണ്. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വിവരവും പിന്നെ ബുദ്ധിയും സംസ്കാരം ഇല്ലാത്ത ജനതയിലേക്ക് പിന്നെ അവരെ നേർമാർഗത്തിൽ നയിക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെയാണെന്നും ആരാധന എങ്ങനെയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകന്മാര് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം, ശ്രീ ബുദ്ധൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, യവരുമൊക്കെ, അതായത് ഇന്ത്യയിൽ 4 പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നാണ്. അതായത് ആ കാലഘട്ടങ്ങളിൽ അല്ലേ ഓരോ പ്രവാചകന്മാരും വന്ന് ഓരോ സമുദായത്തിന്റെ ഇടയിലാണ്. ലോകത്തിന് മൊത്തത്തിൽ വന്ന പ്രവാചകനാണ് മുഹമ്മദ്. മുഹമ്മദിന് ശേഷം പ്രവാചകനില്ല. അതേസമയം ഈസ, അതായത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ കുരിശിത്തറച്ചു എന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾ കുരിശിത്തറച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. അതായത് ഈസ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവപുത്രനല്ല, ദൈവവുമല്ല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. പറയുന്നതിന് നമുക്ക് മനസ്സിലുള്ളതും പുറത്തു പറയുന്നതും രണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. കാപട്യത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. തെളിച്ചു പറയാണ്. അതായത് ഈസ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ ജീസസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ച. അപ്പോ ജീസസിന് കുരിശി തറച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു കുരിശി തറച്ചു എന്ന്. കുരിശി തറച്ചത് ആരാണ്? യഹൂദന്മാരല്ലേ കുരിശി തറച്ചത്, മുസ്ലിങ്ങളല്ലല്ലോ, ഹിന്ദുക്കളല്ലല്ലോ, ബുദ്ധന്മാരല്ലല്ലോ. അപ്പോ ആ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ആളിനെ, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന ആളിനെ കുരിശി തറച്ച യഹൂദന്മാരുമായിട്ടാണ് നിങ്ങളുടെ കൂട്ടുകെട്ട്. നിങ്ങളതെന്ത് മനസ്സിലാക്കാൻ? പക്ഷേ വത്തിക്കാനിലെ പോപ്പ് യാതൊരു കാരണവശാലും യഹൂദന്മാർ കൂട്ടുകിട്ടിട്ടില്ല, യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്ത്യയിലും ബാക്കിയുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, ക്രിസ്ത്യൻ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. പക്ഷെ ഇന്ന് ക്രിസ്ത്യൻ മതത്തിൽ പിന്നെ അടിയുറച്ച് വിശ്വസിച്ച് അതിൻ്റെ ഇതനുസരിച്ച് ജീവിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്ക യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യും. യഹൂദന്മാരെ കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് നിരായുധരായ സ്ത്രീകളെയും കുട്ടികളെയും എന്തുമാത്രമാണ് കൊന്നുകൂട്ടുന്നത്.
നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ 12-13 മില്യൺ ആൾക്കാരെ കൊന്നുകൂട്ടിയില്ലേ ക്രിസ്ത്യാനികൾ, ഈ ബ്രിട്ടീഷുകാർ? അതിനെവിടെയാ കണക്ക് അച്ഛൻ്റെ കയ്യിൽ? അമേരിക്ക ഇറാഖില്, സിറിയയില്, ലിബിയയില് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൂട്ടിയില്ലേ? അതിന് ഈ അച്ഛൻ്റെ കണക്കെടുക്കാത്തത്? അച്ഛനന്മാരെന്ന് പറയുമ്പോൾ, മതമേലധ്യക്ഷന്മാരെന്ന് പറയുമ്പോൾ, ജനങ്ങൾക്ക് നന്മയും ഉപദേശം കൊടുക്കേണ്ട ആളുകൾ പറയുമ്പോൾ എല്ലാം പറയണം, സത്യസന്ധമായിട്ട് പറയണം. ക്രിസ്ത്യാനികൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, കോടിക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വിയറ്റ്നാമില് ബുദ്ധ മത അനുയായികളെ കൊന്നു. അതുകൂടെ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കണക്കുള്ളൂ. ആകെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 10,000-5,000 പേര് മരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സെപ്റ്റംബർ 17 സംഭവം, അമേരിക്കയിലെ ആ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച സംഭവം. ആരാണത് ചെയ്യിച്ചത്? ചെയ്യിച്ച യഹൂദന്മാരല്ലേ? അന്ന് നിങ്ങൾക്കറിയാം മരിച്ചത് മൊത്തം എത്രയോ 5,000-ൽ പരം യഹൂദന്മാർ ജോലി ചെയ്യുന്ന ആ ബിൽഡിംഗ് സമുച്ചയത്തില് ഒരൊറ്റ യഹൂദൻ പോലും അന്ന് ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഫണ്ട് കൊടുക്കുന്നത് കംപ്ലീറ്റ് ഇവരാണ്. ആര്? യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ. മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും നശിക്കില്ല. നിങ്ങൾക്കറിയാം, അതായത് ഇസ്ലാമിൽ വരുന്നത്, ഇസ്ലാം ഇറങ്ങി പ്രചരിപ്പിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ മീഡിയകൾ തന്നെ പ്രചരിപ്പിക്കണം, അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അവർ അതിനെപ്പറ്റി പഠിക്കാൻ നടക്കും. പഠിക്കുമ്പോഴാണ് അവർ മനസ്സിലാകുക മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല. അതായത് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ കൊല്ലാൻ നടക്കില്ല. എന്തിനു കൊല്ലുന്ന? എന്തിനു റോം പിടിച്ചെടുക്കണം? പിടിച്ചെടുക്കേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ ഈസ വരും, അതായത് യേശു ക്രിസ്തു വന്ന് തന്നെ ചെയ്യും. ഇത് നിങ്ങൾ ഈ കുരിശും കൊണ്ട് നടക്കുന്നല്ലോ. യേശു ക്രിസ്തുവിനെ കുരിശി തറച്ച് നിങ്ങൾ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. മുസ്ലിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിനെ കുരിശി തറച്ചിട്ടില്ല എന്നാണ്. യേശു ക്രിസ്തുവിനെ പോലെ ഒരാള് യഹൂദം പട്ടാളം വന്നിട്ട് രാത്രി ഇവർ രണ്ടുപേര് ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴത്തേക്ക് ഇവർ വന്ന് രാത്രി വന്നിട്ട് മറ്റേവനെയാണ്, അതായത് ഒറ്റ കൊടുത്തവനെയാണ് പിടിച്ചോണ്ട് പോയി കുരിശി തറച്ചത്. കുരിശി തറച്ച് രാവിലെ നേരം വെളുത്ത് നോക്കിയപ്പോൾ യേശു ക്രിസ്തു അല്ല. അപ്പോഴേ അവരത് മാറ്റി, ഇത് ഇന്നടുത്ത് മാറ്റി. ഖബർസ്ഥാനിൽ നിന്ന് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളിന്റെ ജഡം മാറ്റിക്കളഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞ ഉടലോടുകൂടി സ്വർഗത്ത് പോയി. പക്ഷെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പറയുന്ന ആ ഗുഹയ്ക്കകത്ത് നിന്ന് തന്നെ ഈസാ നബി ആകാശത്തോട്ട് പോയെന്നാണ്. അങ്ങനെയാണ് വിശ്വസിക്കുക. ആ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെയല്ല സ്വർഗത്തിലുണ്ട്. അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹം ഭരിക്കും, ഈ ലോകം ഭരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞൂടാ. അപ്പൊ അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളെയൊന്നും അവഹേളിച്ചിട്ടൊന്നുമില്ല. മറിയമിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന മുസ്ലിങ്ങളാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളല്ല. മറിയമിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന, മറിയം ഭർത്താവില്ലാതെയാണ് ഈ ഈസായ, അതായത് യേശു ക്രിസ്തുവിനെ പ്രസവിച്ചതെന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. എങ്ങനെ പ്രസവിച്ചു? അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ, ഞങ്ങൾ മലക്കെന്ന് പറയും, മാലാഖ വരുന്നു, ദൈവത്തിന്റെ ഓർഡർ പ്രകാരം വന്നു, ഊതുന്നു, മറിയം ഗർഭിണിയാവുന്നു. ഏതെല്ലാം രീതിയിൽ അപമാനം സഹിച്ചു ആ കാലഘട്ടത്തില്. അവസാനം പ്രസവിച്ചു എന്താണ് ആഹാരം കഴിച്ചത്? അവര് സ്വർഗത്തിൽ നിന്നുള്ള ആഹാരമാണ് അവർ കഴിച്ചത്. അവര് സാധാരണ സ്ത്രീയെ പോലെ വികാരവും വിചാരവും അങ്ങനെയുള്ള സ്ത്രീയൊന്നും അല്ലായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊന്നും മനസ്സിലാക്കാതെ മുസ്ലിങ്ങള് മറിയമിനെ ആക്ഷേപിക്കുന്നു, ഈസായെ ആക്ഷേപിക്കുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന, ബഹുമാനിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. ഈ മറിയമിനെയും മറിയമിന്റെ മകനെയും ഈ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. മറിയമിന്റെ മകൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീയുടെ പേര് ഖുർആനിലുണ്ടെങ്കിൽ അത് മറിയമിന്റെ പേര് മാത്രമാണ്. ബാക്കി മുഹമ്മദ് നബിയുടെ പേര് പറയുന്നില്ല, ഈ ലൂത്ത് നബിയുടെ പറയുന്നില്ല, നൂഹ നബിയുടെ പറയുന്നില്ല, അങ്ങനെ ഒരു നബിമാരുടെയും പേര് പറയുന്നില്ല, ഭാര്യമാരുടെ പേര് പറയുന്നില്ല. പറയുന്നത് ഇത് മാത്രമാണ് പറയുന്നത്, മറിയമിന്റെ പേര്. അതുപോലെ എല്ലാവരെയും മുസ്ലിങ്ങൾ പറയുന്നത് വാപ്പ, സ്വന്തം പിതാവിന്റെ പേര് ചേർത്താണ്. അതായത് മുഹമ്മദ് നബി പ്രവാചകൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാണ്. അതേസമയം ഈ ഈസായ യേശു ക്രിസ്തുവിനെ പറയുന്നത് ഈസബിന് മറിയം, മറിയമിന്റെ പുത്രൻ ഈസ, വാപ്പയില്ല. അതാണ് നമ്മൾ ബഹുമാനിക്കുന്നു, മുസ്ലിങ്ങൾ ബഹുമാനിക്കുക. അതുകൊണ്ട് നിങ്ങൾ സാധാരണ ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാനുള്ളത്, മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും
ക്രിസ്ത്യാനികളെയോ ക്രിസ്ത്യൻ മതത്തെയോ മറിയമിനെയോ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ആക്ഷേപിക്കുകയില്ല. അങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം അല്ല. അപ്പൊ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളോട് നമുക്ക് വൈരാഗ്യമോ ശത്രുതയോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ശത്രുതയുണ്ട്. അപ്പൊ ഈ അച്ഛന്മാർ അവിടെ ഇവിടെ ഇരുന്ന് കേരളത്തിലുള്ള പല അച്ഛന്മാരും പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ മണിപ്പൂരില് പിന്നെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഈ പെൺകുട്ടികളെ പൂർണ്ണ നഗരാക്കി നടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോഴും മുസ്ലിങ്ങൾ പ്രതിഷേധിച്ച്. അപ്പൊ പറയുന്നത് മുസ്ലിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? നിങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുന്നില്ലേ? നൈജീരിയയിൽ എങ്ങനെ ചെയ്യുന്നത്? കോങ്കോയിൽ അങ്ങനെ ചെയ്യുന്നത്? കോങ്കോയിലും നൈജീരിയയിലും യഹൂദന്മാരാ ക്രിസ്ത്യാനികളെ പൈസ കൊടുത്ത് ഫണ്ട് കൊടുത്ത് മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? ഞങ്ങളാണ് അതിന് ഉത്തരവാദി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾക്ക് ആരോടും ഒരു വൈരാഗ്യം ഉത്തരവതയില്ല. ദൈവം, അതായത് സൃഷ്ടാവ് സ്വർഗവും നരകവും വെച്ചിട്ടുണ്ട്. മനുഷ്യനെ വിചാരണ ചെയ്യും. ആരും, ഏത് അച്ഛനായാലും ഏത് പ്രവാചകനായിരുന്നാലും ഈസ ആയിരുന്നാലും മുഹമ്മദ് ആയിരുന്നാലും ആദമായിരുന്ന എല്ലാവരെയും വിചാരണ ചെയ്യും. വിചാരണ ചെയ്താണ് സ്വർഗവും നരകത്തിലും ആളിനെ കരുതുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഈ നാട്ടില് സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കണമെന്നാണ് എനിക്ക് എല്ലാ സമുദായക്കാരോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.